ഒരു പെരുമഴ പെയ്ത് തോർന്ന പോലെ റോഡ് നിറച്ചും വെള്ളം കാണുന്നുണ്ടല്ലേ. മഴയൊന്നും അല്ല കേട്ടാ, ഇവിടെ നമ്മളെ കനാലിൽ വെള്ളം വന്നു. ഒരുവിധം എല്ലായിടയ്ക്കും കനാലിൽ വെള്ളം വന്നിട്ടില്ലേ. അപ്പോൾ അതുപോലെ നമ്മളെ വീടിൻ്റെ അടുത്തുണ്ട് ഒരു കനാൽ. അപ്പോൾ അതിൽ വെള്ളമുണ്ട്. ആ വെള്ളം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഉറഞ്ഞു വരും. അതായത് എന്നാൽ ഉറവ വെള്ളം വരും കേട്ടോ. അങ്ങനല്ലേ പറയുക, വെള്ളം മണ്ണിനടിയിലേ ഉറഞ്ഞു വരിക. അപ്പോൾ അത് റോഡിലേക്കാണ് വരുന്നത്. നമ്മളെ വീടിൻ്റെ വാതുക്കൽ തന്നെ റോഡാണ്, അങ്ങോട്ടേക്ക് വരുന്നതാണ്. ആ വെള്ളമാണ് കേട്ടോ ഇത്. അപ്പം മീൻ വാങ്ങാൻ വന്നെടുക്കേന്ന് കണ്ടരങ്ങാന്ന് കേട്ടോ. പൂച്ചകളതാ എൻ്റെ ചുറ്റുപാടുമുണ്ട്, മീനിൻ്റെ മണമടിച്ച് വരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. കുട്ടികൾ സ്കൂളെല്ലാം വിട്ട് വന്നതിന് ശേഷമുള്ള ഒരു ഇപ്പം പതിവ് പരിപാടി ഇതാണ്. എന്ന് വെച്ചാൽ സ്കൂൾ വിട്ട് വന്ന പാടെ വേഗം യൂണിഫോം മാറ്റി എങ്ങനെയെങ്കിലും ചായം കുടിച്ച് വേഗം ഇതാ കനാലിലേക്ക് നീന്താൻ വേണ്ടിയിട്ട് പോക്കാം. ഇതൊരു കോറയാട്ടാ, നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെ ഉള്ളതാണ് കോറ. പണ്ടെല്ലാം ഇവരെല്ലാം ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്ഥലമാണ്. കരിങ്കല്ല് പൊട്ടിച്ച് ലോഡാക്കി അങ്ങനെയെല്ലാം അത് ഇപ്പം അത് പണി നിന്ന് അവിടെ ഇപ്പം വെള്ളമെല്ലാം കെട്ടി നിന്ന് ഇപ്പം അവർ ഇങ്ങനെ മീനിനെ വളർത്തുന്നു. നമ്മൾ അവിടെ നിന്ന് മീനെല്ലാം വാങ്ങലെല്ലാം ഉണ്ട്. അപ്പോൾ ഞാനൊരു പണ്ടൊരു വീഡിയോ രണ്ട് കൊല്ലം മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൻ്റെ കണ്ണൂരിലെ ജലകന്യക എന്ന് പറഞ്ഞിട്ട്. നല്ല രസം, അതിൻ്റെ അകത്ത് കയറിയിട്ട് അതിൻ്റെ ഉള്ളിലുള്ള സംഭവങ്ങളെല്ലാം അങ്ങനെ ഏറ്റൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കനാൽ നമ്മളെ വീടിൻ്റെ കുറച്ച് മേലെയായിട്ട് വരും. അപ്പോൾ റോഡ് അങ്ങോട്ടാണ്, റോഡിന് തൊട്ടടുത്തായിട്ടാണ് കനാലുള്ളത്. അപ്പോൾ നല്ലൊരു സ്ഥലമാണ് കേട്ടോ. നമ്മളെ നാട്ടിൻപുറം നല്ലൊരു ഗ്രാമപ്രദേശമാണ്. തെങ്ങും കവുങ്ങും വയലും എല്ലാം ഉള്ള കാണാൻ ഭംഗിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അമ്പാടി പാലത്തിൻ്റെ അടിയിലേക്കൂടെ നീന്തിയിട്ട് ഇപ്പുറം വന്നതാണ് കണ്ടത്. അമ്പാടി ഒരുവിധം നീന്തൽ പഠിച്ചതാണ്. കഴിഞ്ഞ വർഷം വെള്ളം ഇട്ടേരോ കനാലിൽ വെള്ളം വന്നേരം ഞാൻ വീഡിയോ ഇട്ടിനേനു. ധാരാണ്ടെണ്ണം ഓടി വരുന്നുണ്ട്. എനിക്ക് നീന്താൻ അറിയോ? വലിയ ആളെപ്പോലെ വരുന്നുണ്ട്. വീണേക്കല്ലേ, മെല്ലെ ഇറങ്ങിക്കോ. ലച്ചു കാലം ഉറപ്പിച്ച് നിക്കണേ, ഒഴുകിപ്പോറ്. അങ്ങനെ ഒഴുക്കുണ്ടായിപ്പോ സുയിപ്പാക്കല്ല. ദാദാ തട്ടിത്തടഞ്ഞ് വീഴുന്ന ആ ദേവന്റെ ഉടുപ്പിന്റെ വള്ളി കെട്ടി വെക്ക്. പിടിച്ച അമ്പാടിന്റെ കൈമൂർക്ക പിടിക്കണേ ലച്ചു. മതി, ഇനിയിപ്പോൾ ഏതായാലും നനഞ്ഞ്, ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. നല്ല കോമഡി. നല്ല ഒഴുക്കില്ല, ഈ ഒഴുക്കിൽ കച്ചറ എല്ലാം പോയിട്ടുണ്ടാവും. എങ്ങനെയാന്ന് അമ്പാടിനെ കയറിയിട്ട് എടാ ഒറ്റക്ക് നീന്തി പഠിക്ക് ദേവു. നടക്ക് ഇങ്ങനെ നടന്നാണോ. പക്ഷെ ഇത് ഈടിയൊന്നും കച്ചറയില്ല, ഇതുണ്ടാ കല്ലെല്ലാം കാണുന്നുണ്ടല്ലോ. എടാ മുങ്ങണ്ട അമ്പാടി. മൂന്നെണ്ണങ്ങൾ നീന്തുന്ന നോക്കിയാട്ടെ. ലച്ചു നീന്തുന്ന നോക്ക്, അമ്പാടീൻ്റെ മേക്ക് വീട് ലച്ചു അമ്മേൻ്റെ അടിയിട്ടേ. ചളിവെള്ളം വായിലാക്കണ്ടേ അമ്പാടി? ഇങ്ങോട്ട് കൈയിട്ടിട്ട് അടിച്ചാൽ വെള്ളം വന്നോളൂ. എടാ അമ്പാടി എടുത്തു. അതാ വരുന്നു.
വായിൽ വെള്ളാക്കണ്ട ദേവു, അത്ര നല്ല വെള്ളമൊന്നുമല്ല, ഒഴുകി ഒഴുകി വൃത്തിയാവണം. ലച്ചുവിനെ കാണാനായിട്ട് വരുന്നതാന്ന് തോന്നുന്നു ഓരോരുത്തർ. ഇതാണ് നമ്മളെ റോഡാണിത്. വണ്ടി സൈഡ് നിൽക്ക് മോളെ, വണ്ടി. അങ്ങനെയല്ല, ഇങ്ങനെ നീന്തെന്നാ പറഞ്ഞ, ഇങ്ങനെ കൈ ഇട്ട് നീന്ത്. അമ്മവനോട് പറഞ്ഞാ വരുമ്പോ ഇവരെ വെറുതെ വെള്ളത്തിൽ വിട്ടിട്ട് ശരിയാവൂല എന്ന് മനസ്സിലായിട്ട് ഇതാ ശ്രീയേട്ടൻ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. കാരണം അമ്പാടിക്കറിയാൻ നീന്തൽ, ദേവുവിന് നീന്തലല്ലേ, വെറുതെ അവിടെ കിടന്നിട്ട് ഇങ്ങനെ മുങ്ങാൻ നീരാ ഇതന്നെ. അപ്പോൾ ശ്രീയേട്ടൻ പറഞ്ഞാൽ പിന്നെ ഓളെ നീന്തൽ പഠിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയത്. ഇത് കഴിഞ്ഞ വർഷമേ തുടങ്ങിയതാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം കനാലിൽ വെള്ളം വിട്ടേരം നീന്തൽ പഠിപ്പിക്കാൻ തുടങ്ങിയതാ ദേവുട്ടീനെ. അതിനു മുന്നേ പുഴയിൽ കൊണ്ടുപോയി നീന്തൽ പഠിപ്പിക്കാൻ തുടങ്ങിയതാണ്. ഇവളിന്ന് പഠിച്ചെടുക്കുമെന്ന് തോന്നുന്നില്ല. കാരണം കൈമിലിങ്ങനെ രണ്ട് കൈ നീട്ടിയിട്ട് കടത്തി കഴിഞ്ഞാൽ പടക്കുകയോ ചെയ്യാം, മീൻ പടക്കും പോലെ പടക്കുകയോ ചെയ്യാം. അത് നീന്തി പഠിക്കാൻ ശ്രമിക്കുന്നില്ല. അപ്പോൾ കുറേ ശ്രമിക്കുന്നുണ്ട്, അമ്പാടി കുറേ ശ്രമിച്ച് ആകുന്നില്ല. ലാസ്റ്റ് ശ്രീയേട്ടൻ നീന്തി പഠിപ്പിക്കുന്നതാണേ കാണുന്നത്. പക്ഷേ ഓളിങ്ങനെ പടച്ചോണ്ടിരിക്കുന്നല്ലാണ്ട് നീന്താൻ ശ്രമിക്കുന്നില്ല. പേടിയാണ്, മുങ്ങിപ്പോകുമെന്നുള്ള പേടി. പണ്ട് നമ്മളും അങ്ങനെ തന്നെയല്ലേ. ഞാനെല്ലാം ചെറിയ വെള്ളത്തിൽ, അതായത് മുട്ടിൻ്റെ ഒപ്പമുള്ള വെള്ളത്തിൽ, അതെ ഏകദേശം ഇത് തന്നെയല്ല, ഇത്ര തന്നെ വെള്ളമുള്ള പുഴയിൽ അങ്ങനെയാണ് കൈ കുത്തി അങ്ങനെയാണ് നീന്തി പഠിച്ചത്. ഇപ്പോൾ അങ്ങനെ നീന്താൻ അറിയുമോയെന്ന് ചോദിച്ചാൽ അറിയും, അത്ര മാത്രം. കൈ ഇങ്ങനെ വീശി നീന്ത്, നീന്തേ, കൈ മാത്രം ഇട്ടടിച്ച്. ആ പോണ്ട നീ തൽക്കാലം. പേടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പേടി. അച്ഛ വിടറേന്ന് പറഞ്ഞിട്ട് ഡ്രസ്സിൽ പിടിച്ചിട്ടുള്ള, നീ ധൈര്യത്തിൽ നീന്തിക്കോ, ഞാൻ വിടൂല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതാട്ടോ റോഡ്. ഈ റോഡാണ്, ഇതിലെ താഴോട്ടുള്ള റോഡിലെ ഇങ്ങോട്ടാണ് നമ്മളെ വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെ തന്നെയാണ് കനൽ കാണുന്നത്. അല്ല, കനലും പോട്ടെ, കനാൽ. അപ്പോൾ ഇത് നല്ല വൃത്തിയാക്കിയതാട്ടാ. വെള്ളം കനാലിലേക്കൂടെ വെള്ളം വിടുന്നതിന് മുന്നേ നന്നായിട്ട് ഈ JCB എല്ലാം കൊണ്ട് ഇറ്റാച്ചി ഇറങ്ങി എല്ലാ വേസ്റ്റെല്ലാം കളഞ്ഞ് ഫുൾ തീയിട്ട് കരിച്ച് അങ്ങനെ വൃത്തിയാക്കിയതാണ്. 3-4 ദിവസം വെള്ളം ഒഴുക്കി നല്ല ഒഴുക്കിൽ പോയതിന് ശേഷമാണ് കുട്ടികൾ നീന്തുന്നത്. ഇതൊരു ഞാവൽ മരമാണ് കേട്ടോ. അപ്പോൾ കനാലിൻ്റെ അടുത്ത് തന്നെ കനാലിൻ്റെ കരക്ക് തന്നെ നല്ലൊരു വലിയൊരു ഞാവൽ മരം തന്നെയാണ് അത്. അതിൽ നിറച്ച് ഞാവൽപ്പഴം ഉണ്ടാകലുണ്ട്. അപ്പോൾ അതിൻ്റെ ആ സീസൺ ആകുമ്പോൾ കാഴ്ച കിടക്കുന്ന വീഡിയോ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ല നിറച്ചും ഉണ്ടാകലുണ്ട്. പെണ്ണ് പഠിക്കൂല, ലച്ചു നീന്തിക്കോ. കാൽത്തടി കൈവീശ് ലച്ചു കണ്ണു അടച്ചിട്ടാണ്. ഇല്ല, നാളെ വരൂല. വേണ്ട, നമ്മൾ പോന്നാന്നേ, നമുക്ക് പോകാൻ നേരം താനെ വരും. നമ്മൾ പോന്നാ, വെള്ളമാണ് അങ്ങനെ എന്തെങ്കിലും ഒഴുകി വരും. നമ്മൾ പോന്നാ, പിള്ളേർക്കൊന്നും പേടിയില്ല, ഒറ്റക്കാക്കി പോയാലും വേണ്ടിയില്ല, പേടിയെന്ന് പറയുന്നില്ല. വെച്ചു വേഗം പോയി കുളിച്ചോ, അമ്മേൻ്റെ കയ്യിൽ നിന്ന് കിട്ടും, വേഗം പോടി. സോപ്പ് എടുക്കടാ, സോപ്പ് വെക്കണം പാടി. സോപ്പ് എടുത്തിട്ട് വേടാ. അങ്ങനെ ചൊറിയൊന്നും ഇല്ല.
അപ്പോൾ കനാലിൽ കുളിയെല്ലാം കഴിഞ്ഞ് വന്നിട്ട് ഇവർ വീട്ടിൽ നിന്ന് കുളിക്കുന്ന രംഗമാണ് കേട്ടാ. അപ്പോൾ സോപ്പൊന്നും എടുക്കാണ്ടല്ലേ പോയത്, ഇവർ നീന്തൽ പഠിക്കാനായിട്ട് പോയതാണ്, കുളിക്കാൻ പോയതല്ല. അപ്പോൾ വീട്ടിൽ വന്നിട്ട് ഒന്നും കൂടെ കുളിക്കലാന്ന്. ഇപ്പോൾ കുളിയെല്ലാം കഴിയുമ്പോഴേക്ക് സന്ധ്യ ആയി കേട്ടാ, നല്ല ഇരുടായി. ഇപ്പോൾ വൈകുന്നേരത്തേക്ക് നമുക്ക് കപ്പയാണ് വെക്കുന്നത്. കുളിയെല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്ക് അവർക്ക് ഭയങ്കര വിശപ്പാണ്. അപ്പം ഞാൻ വിചാരിച്ച് കപ്പ വെക്കാമെന്ന്. അപ്പോൾ കപ്പ മുറിച്ചാൽ ഇടുന്ന വീഡിയോ ദേവൂട്ടിയാണ് എടുത്ത് തരുന്നത് കേട്ടോ. അതാണ് ഇങ്ങനെ വിറക്കുന്നത്. ദേവൂട്ടിനോട് കപ്പ മുറിച്ചിടുന്നതെല്ലാം വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞിട്ട് ദേവൂട്ടിയാണ് ഹെൽപ്പറായി വന്നിട്ടുള്ളത്. അപ്പോൾ പച്ചക്കപ്പ കഴിക്കുന്നുണ്ടോ, ചില കപ്പ കഴിക്കുമല്ലോ, നമ്മൾ കഴിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു കഷ്ണം തിന്ന് നോക്കിയപ്പോൾ കഴിപ്പൊന്നുമില്ല കേട്ടോ. പിന്നെ ഇത് നമ്മൾ ഇങ്ങനെ ചെണ്ടം പുഴുങ്ങുമെന്ന് പറയും, ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞിട്ടിട്ട് നമ്മൾ എന്താ പറയുക, അങ്ങനെ ഇളക്കാണ്ട് നീളത്തിൽ അരിഞ്ഞിട്ടിട്ട് ഉപ്പിട്ടിട്ട് വേവിക്കൂലേ, അധികം വേകാണ്ട്. പക്ഷേങ്കിൽ ഇത് വെന്ത് പോയിനെ. അപ്പോൾ അതാണ് എനിക്കിഷ്ടം. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് കാന്താരിയെല്ലാം പൊട്ടിച്ചിട്ട് പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയെല്ലാം നനച്ചിട്ട് ഇങ്ങനെ എടുക്കുക, നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ കപ്പയെല്ലാം കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഉപ്പും ഇട്ട് കുക്കറിലിട്ടിട്ട് വിസിലടിക്കുന്നതാണ്. ഒരു വിസിലേ അടിച്ചിട്ടുള്ളൂ കേട്ടോ. ഒരു വിസിലിൽ തന്നെ അത് നല്ലോണം വെന്ത് പോയിന്. അപ്പോൾ അങ്ങനെ കപ്പ അടുപ്പത്തായി കേട്ടോ. കപ്പക്ക് ഇടാൻ വേണ്ടിയിട്ട് കാന്താരി എടുക്കുന്നുണ്ട്. കാന്താരി കുറച്ച് പഴുത്ത് പോയിന്. അപ്പോൾ എല്ലാം പക്ഷി കൊത്തിയിട്ട് തിന്നുന്നേനും. അപ്പോൾ അത് പഴുത്തതും പച്ചയും എല്ലാം നമ്മളിങ്ങ് വറുത്തെടുത്തതാണ്. ദേവൂട്ടിയാണ് ഞാൻ പഴുത്ത കാന്താരീനെ കാണിച്ചു കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ അത് തേച്ചൊന്നും ഞാൻ എടുത്തില്ല, പാത്രത്തിലിട്ടത് തേച്ചൊന്നും എടുത്തില്ല കേട്ടോ, ഭയങ്കര എരിവായിരിക്കും. അതുകൊണ്ട് ആവശ്യത്തിന് കുറച്ച് മാത്രം എടുത്ത്. അത് ഇടിക്കുന്ന ഇടിമുട്ടി കാണുമ്പോഴേക്കും ഒക്കെ ഇടിക്കണം, ഞാൻ ചതച്ചോളും കാന്താരി ഞാൻ ചതച്ചെടുക്കുമെന്ന് പറഞ്ഞിട്ട് ചതച്ചെടുക്കുന്ന ഭാഗമാണ് അത്. കൈകൊണ്ട് വേഗം വാരാൻ നോക്കി, ഞാൻ വീട്ടിലില്ല. പിന്നെ എരിഞ്ഞിട്ടിടുന്ന തുള്ളലായിരിക്കും. അതുകൊണ്ട് സ്പൂണോട് തട്ടിയിട്ട് കൊടുത്തിട്ട് ഓള് ഇടിക്കലാണ്. കാന്താരീൻ്റെ മണം മൂക്കിലിങ്ങനെ കുത്തിക്കയറുന്നത് ദേവൂട്ടി കാണിച്ച നല്ലോണം ചതക്ക്. നീ എന്നെ ചെയ്യാൻ വിടുവോ ഇല്ല, കണ്ണു തെറിച്ചേക്കല്ലേ, പിന്നെ നീ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. കൊണ്ടാ ഞാനാക്കാം കൂടെ കുറച്ച് ആവും നമ്മളെ കൊണ്ടാ കുറച്ചും കൂടെ നീളമുള്ള കല്ലുമാണ് ഇത്. ഒരു കുറച്ചൊരു സൗകര്യമില്ല, ഇങ്ങനെ നീണ്ടു കിടക്കുന്ന ഒരു കല്ല് ഞാൻ ചാനലിൽ കണ്ടിനേനോ, അങ്ങനത്തെ വാങ്ങണം. അതാകുമ്പോൾ നല്ല ഇങ്ങനെ ആക്കും. ഇത് ഏലില്ല, ദേവൂനെ ഏൽപ്പിച്ച ഇന്ന് ആവില്ല. പിടിച്ച പിടി വിശന്ന് കുടല് എരിയുന്നുണ്ട്. മറു ഞാൻ ചതക്കാം അടവക്ക്. ഞാൻ തന്നെ മുട്ടുന്നത് പിന്നെ അതെ നീയാ മുട്ടുന്നത്. കഴിഞ്ഞിട്ട് ഇട്ടിട്ട് എല്ലാം കൂടെ മിക്സ് ആക്കാൻ പോന്നോ. ആ കാന്താരിന്റെ മണങ്ങിനെ മൂക്കിലോട്ട് അടിച്ച് കേറുന്നുണ്ട് അമ്മേ. നല്ലോണം ചതച്ചെടുത്തിട്ടുണ്ട്. ഞാനും കൂടി കുറച്ച് ചാച്ചുണ്ട്. കൈമാറ്റ് ദേവുവിന്റെ കൈമാറ്റ്, ദേവിന് കൈമാറ്റേ. അപ്പോൾ കിഴങ്ങെല്ലാം അടുപ്പത്ത് വെച്ച് മുളകെല്ലാം ചതച്ചാടെ വെച്ചിട്ട് ഞാൻ ഒന്ന് കുളിക്കാൻ പോയി. അപ്പോൾ ഞാൻ ഒരു വിസിലാകുമ്പോഴേക്ക് ഓഫാക്കാൻ ദേവൂട്ടീനോട് ഏൽപ്പിച്ചിട്ടാണ് പോയത്. അപ്പോൾ ദേവൂട്ടി അത് ഒരു വിസിലായപാടെ ഓഫാക്കിന്. നല്ലോണം വെന്ത് പോയിനേനും കേട്ടോ. ഞാൻ അധികം വേകാണ്ട് എടുക്കണം എന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഇതൊരു വിസിലടിക്കുമ്പോഴേക്ക് വേഗം വെന്ത് പോയിന്, വേഗം വേകുന്ന കപ്പേനും. പിന്നെ അതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് ഊറ്റി വന്ന് ഇനിയിപ്പോൾ നമ്മൾ ചതച്ച് വെച്ച കാന്താരി അതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ സ്പൂണിൽ കൊണ്ട് തട്ടിയിടലാന്ന് നല്ലോണം. അതിൻ്റെ അകത്ത് കല്ലുമ്മൽ പറ്റിപ്പോയിന്. പിന്നെ അത്രയല്ലേ കാന്താരിയുള്ളൂ. ഇത് കല്ലുമ്മലിട്ട് ദേവൂട്ടി കുറേ കുത്തിച്ച് ഒരച്ച് വെച്ച് കല്ലുമ്മൽ തന്നെ ഉണ്ടേനും കുറേ. അപ്പോൾ അതെല്ലാം സ്പൂണോട് തടികി എടുത്തിട്ട് അതിലിട്ട് കുക്കറിലിട്ട് ഇപ്പം വെള്ളം വറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നും കൂടെ അത് കത്തിച്ചിട്ട് കുറച്ച് സമയം അടുപ്പത്ത് വെച്ചതാണ്. അപ്പോൾ കാന്താരി എല്ലാ സൈഡിലേക്കും ഒന്നാക്കി കൊടുക്കുന്നതാണ്. എന്നിട്ട് പിന്നെ പച്ച വെളിച്ചെണ്ണ നനച്ചിട്ട് ഒന്ന് കുക്കർ ഇങ്ങനെ പിടിച്ചൊന്ന് കുടഞ്ഞ് എടുക്കുകയാണ്. സാധാരണ അങ്ങനെ കുടഞ്ഞെടുക്കുമ്പോൾ ഇങ്ങനെ വേറിട്ട് നിൽക്കണം. പക്ഷേ ഇത് കുറച്ച് വെന്ത് പോയതുകൊണ്ട് എന്താ പറയണ്ടേ, കട്ടയായി ഉരുണ്ട് കൂടിപ്പോയി. അപ്പോൾ അങ്ങനെ നമ്മളെ കപ്പ പുഴുങ്ങിയത് റെഡിയായി. കാന്താരി ഇട്ട് പുഴുങ്ങിയ കപ്പയും നല്ല കട്ടൻ ചായയും വേണം അല്ലേ, വൈകുന്നേരം നല്ല ടേസ്റ്റായിരിക്കും. കൂടുതലും ഇങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞ് കുളിയെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ പിള്ളേർക്ക് കൊടുത്താൽ, പക്ഷേ എരിവായതുകൊണ്ട് ഇവർ അധികമൊന്നും കഴിക്കില്ല, കുറച്ചേ തിന്നോളൂ. പിന്നെ കപ്പേനോട് അത്ര താല്പര്യമൊന്നും ഇല്ല അമ്പാടിക്കും ദേവൂട്ടിക്കും. അപ്പോൾ നമുക്ക് കപ്പ തിന്നാം. അപ്പോൾ കപ്പ പ്ലേറ്റിൽ എടുക്കലാന്നേ.
കാണാൻ തന്നെ നല്ല ടേസ്റ്റില്ല. ഒരു വൈകുന്നേര സമയത്ത് ഈ കപ്പ ഇങ്ങനെ പുഴുങ്ങിയതും കട്ടൻ ചായയും സൂപ്പർ ടേസ്റ്റ് അല്ലേ. അപ്പോൾ ഇത് രണ്ടാളും കപ്പ തിന്നുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മളെ വിശേഷം ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഒരു വൈകുന്നേരത്തെ ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ നിങ്ങളെ സപ്പോർട്ട് നമുക്ക് എപ്പോൾ ഉണ്ടായിരിക്കണം. വീഡിയോൻ്റെ കമൻറ്റ് ഉറപ്പായിട്ട് വിടണേ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.